സഹകരണ ബാങ്കിൽ സർവീസിൽ നിന്നും വിരമിച്ചവർക്ക് യാത്രയപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും അനുമോദിച്ചു. പരിപാടി സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും നിങ്ങളൊക്കെ പരിഹാരം കഴിയാതെ ചെയ്യുന്നത് ചില ആളുകൾ ജപ്തിയുടെ വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ, ഇതൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടായിരിക്കും കെട്ടഴിക്കും. എന്നാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതേസമയത്ത് നിങ്ങൾക്ക് വീട് നോക്കണം, നിങ്ങളുടെ സ്ഥാപനം നോക്കണം. സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിലെ അഭിവൃദ്ധി കൂടി നിങ്ങളുടെ ചുമതലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു മേഖലയാണ് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനുള്ള ഒരു തിരിച്ചറിവിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം സഹകരണ മേഖല അനുഭവിച്ചിട്ടുള്ള വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ്. വാസ്തവത്തിൽ കടലിന്റെയും ചെകുത്താന്റെയും നടുവിലായിരുന്നു കേരളത്തിലെ സഹകരണ മേഖല. കേന്ദ്രത്തിൽ ഭരിക്കുന്നവർ ചെകുത്താനാണെങ്കിൽ ഇവിടെ കടലുണ്ട്, രണ്ടിന്റെ നടുക്കാണ് സഹകരണ മേഖല. താലൂക്ക് പ്രസിഡന്റ് KP ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി CV അജയൻ മുഖ്യപ്രഭാഷണം നടത്തി. PK വിനോദ് കുമാർ, A സുധീഷ് കുമാർ, K ഉദയഭാനു, M ശ്രീലത, K സുകുമാരൻ, NR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുതലമുറയെ ആകർഷിക്കുന്നതിന് പുത്തൻ സാങ്കേതിക വിദ്യയെ സഹകരണ മേഖല ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ പറഞ്ഞു. അതിന്റെ മുന്നോടിയായി വാർഷിക സമ്മേളനത്തെ തുടക്കം ചെയ്യും. നമുക്കറിയാം, കഴിഞ്ഞ 3 ദശകക്കാലങ്ങളുമായി കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒരു നിർണായക ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ട് വളരെ അടിപ്പിക്കലോടുകൂടി അതിന്റെ സമ്മേളനങ്ങളൊക്കെ നടത്തി നല്ല ഒരു നേതൃത്വത്തെ പടുത്തുയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ പറ്റുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം തുടർന്ന് നടന്ന പരിപാടിയിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് ഷിബു കടവങ്ങാനം അധ്യക്ഷത വഹിച്ചു. PK പ്രകാശ് കുമാർ, M ലത, ജയപ്രകാശ് മയീച്ച, K ബാലകൃഷ്ണൻ, U പ്രശാന്ത് കുമാർ, സുനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.